ഹായ് ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻ്റെ ഒരു വണ്ടി നേരാക്കാൻ വേണ്ടി ഞാനിങ്ങനെ വന്നിരിക്കുക. എൻ്റെ അല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ ആ ഗ്യാരേജൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു വീടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ പുള്ളി ഇങ്ങനെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്താ കുഴപ്പം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു 2 കൊല്ലം മുമ്പ് ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ തട്ടിക്കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലത്തെ നമ്മുടെ ആ ഒരു എൻജിൻ കവറിങ് ഉണ്ടല്ലോ, ബോണറ്റ്. അപ്പോൾ ബോണറ്റ് ശരിക്കും അടയുന്നില്ല. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത് ആ പുള്ളിയുടെ കോൺടാക്റ്റൊക്കെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ചിട്ട് പുള്ളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. നൈസ് വർക്ക്, അടിപൊളി വർക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ സുബാറു ആണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ കാറൊക്കെ റെഡിയാക്കി. ഇതിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഫുഡൊക്കെ ശരിയാക്കി. ഇപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വന്നിരിക്കുക. പുള്ളി ഒരു $750 ആകുമെന്ന് വിചാരിച്ചിരുന്നതാണ്. $750. He was thinking it will cost around $750, but he does it for $50, just $50. You see how he's happy now? Isn't the excitement? I'm tired of smiling. He was smiling for like 15 minutes continuously. So right now, for his happiness, we are going to visit one waterfall. Yeah, I can show you the waterfall and everything, from the route from here to the waterfall and everything. I can show it for you. And the good part of this ride is it's raining outside and we have a little bit of mist and everything inside, outside of our car, and it's so cold. And we had a coffee right now from Tim Hortons and നമ്മുടെ ടൗണിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ കൂടുതലും ഇവർ ചെയ്യുന്നത് കൃഷിയൊക്കെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവർക്ക് പ്രത്യേക തരമുള്ള ഒരു കൾച്ചർ തന്നെ ഇവർ കീപ്പ് ചെയ്യുന്നത്. കൂടുതലും ആൾക്കാർ നമ്മളുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെളിയിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാനാണ് പൊതുവേ ശ്രമിക്കുക. പക്ഷേ ദീസ് പീപ്പിൾ ലിവിങ് ഹിയർ, ദേ യൂസ് ടു ലൈക്ക് ടോക്ക് വിത്ത് us, ലൈക്ക് ഇൻട്രാക്ട് വിത്ത് us ആൻഡ് എവറിത്തിങ്. യാ, അപ്പം നമ്മളെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫുള്ളി ഫ്രഞ്ച് ഏരിയയിൽ കൂടെ കേട്ടോ. ഇവിടെ അങ്ങനെ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും, ഇവിടെ മുഴുവൻ താമസിക്കുന്നത് ഫ്രഞ്ച് സംസാരിക്കാൻ മാത്രം അറിയാവുന്ന കുറേ ആൾക്കാർ മാത്രമായിരിക്കും. Yeah, they never heard about English. About English, yeah, but they don't know how to speak in English. സ്റ്റിൽ ഞങ്ങളിപ്പോൾ പോയ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പുള്ളി USA-ലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ അവിടെ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര പാടാണ്. പുള്ളി തലയിൽ ചിന്തിച്ച് വേർഡ്സൊക്കെ കണ്ടുപിടിച്ച് സംസാരിച്ച് വരുമ്പോഴേക്കും അത് ചെയ്ത് ഓപ്പോസിറ്റുള്ള ആൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവും ഇതൊക്കെയാണ് ശ്രമിക്കുന്നതെന്ന്. In India, it's like if you speak English in India, it is considered, oh, you are well educated. You are certainly they'll judge you on the base of your education. Yeah, oh, yes, he speaks fluent English, is definitely good, but that's not the actual term of education. Education, the actual meaning of the word educated means you can read, write and understand one language, be it your mother tongue, be it Hindi, be it English or anything. Yeah, okay. So that's what these guys strictly believe, that if I can speak, understand and write in French and I can read in French, all 4 things, I'm educated enough. I don't need anything else. And plus they are living in Quebec, where they are trying to protect the French culture. The Quebecois French is getting lost day by day. The new people are not speaking it and they are afraid that that's happening here. Yeah, yes, I support you. Yeah, around the world, I think every year we lose 5 to 6 languages. India has already lost a lot of languages. So in order to protect it, I think some villages in India are speaking purely in Sanskrit. So same thing they are doing here. They speak in French, they understand, read in French, and they try to protect their language and their culture. Oh yeah, that's what happening in Quebec right now. Yes. That's what happening. ഇതൊക്കെ ട്രക്കിങ്ങിന് പറ്റിയ സ്പോട്ടുകളാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് കാടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ സേഫാണ്. ഇവിടെ പുലിയും കാട്ടാനൊന്നുമില്ല. പകരം നമുക്കിവിടെ കുറച്ച് മാന്, അതുപോലെ തന്നെ വേറെ കുറച്ച് വൃത്തികെട്ട മണം പുറപ്പെടുവിക്കുന്ന കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്.
പുള്ളി ഭയങ്കര ഹാപ്പി ആട്ടോ, അത്ര വില കുറഞ്ഞ് കിട്ടിയത്. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നേക്കുക, ഈ സ്ഥലം മുഴുവൻ നീ കാണണം. ഞാൻ ഒരുപാട് നാൾ മുമ്പ് നിന്നെ കാണിക്കണം എന്ന് പറഞ്ഞു വെച്ചിരുന്നത്, പക്ഷേ ഇന്നെങ്കിലും എനിക്ക് നിന്നെ കാണിക്കണം, ഞാൻ അത്ര ഹാപ്പിയാണെന്ന് പറഞ്ഞ പുള്ളി എന്നെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ നമുക്ക് കുറച്ച് മിസ്റ്റിയാണ് കേട്ടോ ക്ലൈമറ്റ്, കുറച്ച് മിസ്റ്റിയാണ്. നമുക്കിവിടെ ഒന്ന് അത്ര ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ട് കാണാം, പക്ഷേ ക്യാമറയിൽ അത്രയും ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ മരം, ഈ ഒരു വ്യൂ, അതുപോലെ തന്നെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഏറ്റവും അറ്റം ഇനിയിപ്പോൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെ പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ടതാണ്, അതുപോലെ പേ ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക കണ്ടോ. അപ്പോൾ നമ്മൾ കാർ വെളിയിലിട്ടിട്ട് നമുക്ക് ചുമ്മാ എൻട്രി ആയിട്ട് നടന്ന് കയറി വരാൻ പറ്റുന്ന ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. നമ്മൾ ആ വ്യൂ കാണാൻ വേണ്ടി പോകാട്ടോ. അവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി നോക്കാം. അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആണ്. ഞാനങ്ങനെ ദേ വാട്ടർഫോളിൻ്റെ ഒക്കെ അടുത്തെത്തിയത് പുള്ളിയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുവഴി പുള്ളി ഒരു ക്രേസിയാണ്, ഇത് കണ്ടോ, ഓടി നടന്നുകൊണ്ടിരിക്കുക. മുഴുവൻ ചെളിയാണ് ഇവിടെ മൊത്തം. പക്ഷെ എന്നാലും ഒരേപോലെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ തോന്നില്ല. That's him, Aditya. I don't know, take anything. My paths are always right. Everything here. Yeah. It's the water flowing. Don't touch it. വന്ന അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കാറിൻ്റെ അടുത്തേക്ക് തന്നെ. അതാണ് നിങ്ങൾ ആ ദൂരെ കണ്ട പൈൻ ഫോറസ്റ്റ്. അടുക്കി നട്ട ഒരുപാട് പൈൻ മരങ്ങളാണിത്. എല്ലാം കറക്റ്റ് ലെങ്ത്തിൽ നമുക്ക് നടക്കാൻ പറ്റിയ പോലെയും, അതുപോലെ തന്നെ പുല്ലുകളൊക്കെ, പുൽമൈതാനങ്ങളാണ് അതിൻ്റെ നടുവിൽ മുഴുവനായിട്ടും. നല്ല ഓർഗനൈസ് ചെയ്താണ് അവർ വെച്ചിരിക്കുന്നത് മൊത്തമായിട്ടും. അതാണ് നമ്മുടെ ഈ വഴിയുടെ എൻട്രൻസ്. ഇത് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുക.
അപ്പോൾ അങ്ങനെ 2 വഴിയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ആദ്യം ഈ വഴി ട്രൈ ചെയ്യാം കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ അവർ വെള്ളം ഒഴിവാക്കാനായിട്ട് ഇവിടെ വുഡൻ തിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മീൻസ് നമ്മുടെ മരമൊക്കെ വെട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ചീളുകളുണ്ടല്ലോ, ആ ചീളൊക്കെ അവരിവിടെ ഇട്ടിട്ടുണ്ട്. മൊത്തം ചളിയായി. ഇതൊക്കെ ഇവിടുത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. ഇത് അവിടുത്തെ ടോയ്ലറ്റാണ്. പിന്നെ അതാണ് ഇവിടുത്തെ പിസ്സ സെൻറ്റർ. നിങ്ങളവിടെ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്നത് അതൊരു ഐലൻഡാണ്. അങ്ങോട്ട് നമുക്ക് കയാക്കിംഗ് ഒക്കെ ചെയ്ത് പോയിട്ട് അവിടെ ഒരു ഹട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് നേരെ ആ ഹട്ടിലേക്ക് പോയിരുന്ന് അവിടെ ആസ്വദിച്ചിരുന്ന് കഴിക്കാം. ഇവിടെ രാത്രി 8 മണി വരെ ആൾക്കാർക്ക് വരാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐലൻഡിൽ പോയിരുന്ന് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വൈബൊക്കെ ചെയ്തിരിക്കും. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട് ഈ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇല്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് അത്ര എംപ്റ്റി അല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഇതിനേക്കാളും വലിയ ക്യാമ്പ് ഫയർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇരിക്കുന്ന സ്ഥലങ്ങൾ കേട്ടോ ഒരുപാട്. അതും തീരത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പുറത്ത് ബോട്ടിങ് ആണ്, നിങ്ങൾക്ക് കയാക്കിങ് ചെയ്യാം. കയാക്കിങ്ങിനൊന്നും പൈസയില്ല, എക്സ്ട്രാ പൈസ ഒന്നുമില്ല. $30 തന്നെയാണ് ഫുള്ളായിട്ട് ഇതിങ്ങനെ നമുക്ക് മേലെ കയറിയിരുന്ന്. ഇത് എക്സ്ട്രാ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എക്സ്ട്രാ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുള്ളി പ്രിപ്പയർഡ് ആണ് അവർ. ഞാൻ നിങ്ങളെ മേളിൽ കയറി ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയായിരിക്കുമെന്ന്. അവിടെ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അറ്റത്തായിട്ട് ആ അറ്റത്ത് കാണുന്നതാണ് നിങ്ങൾക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫർണസ്. And when you go straight, you can reach the kayaking point. ക്യാമറാസ് ഉണ്ട് കേട്ടോ എല്ലായിടത്തും. ഇവിടുത്തെ ബോട്ട്സ്, കയാക്കിങ്ങിന് വേണ്ടിയുള്ള ബോട്ട്സ് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാനിവിടെ സേഫ്റ്റി ഗാർഡുകളെ കാര്യങ്ങളൊന്നും കണ്ടില്ല. മഴ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് ഓഫാണോ എന്നറിയില്ല. സമ്മറിലായിരിക്കും കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം. Yeah, that's pretty crazy. And you see, നമുക്കിതൊരു വോക്ക് ചെയ്ത് നേരെ അവിടെ എത്തി. ഞാൻ നിങ്ങളെ എൻഡ് വരെ പോയി കാണിച്ചു തരാം കേട്ടോ. കുറേ പേർക്ക് അവിടെ നിൽക്കാം. പിന്നെ ബോട്ട്സ്. അങ്ങനെ ഞാൻ അതിൻ്റെ എൻഡിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാം. പാലത്തിൻ്റെ അറ്റത്തെത്തി ഞാൻ നോക്കുക. ഈ നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫുഡ് കഴിക്കാൻ ഒരു നല്ലൊരു ഹോട്ടൽ നോക്കി നടന്നുകൊണ്ടിരിക്കുക. കഴിക്കുമ്പോൾ ഇവിടുത്തെ തന്നെ ഒരു ഫ്രഞ്ച് കടയിൽ കയറി ഭക്ഷണം കഴിക്കണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടിയുള്ളൊരു കടയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഏരിയ. അപ്പോൾ ഞാനവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഔട്ട് സൈഡ്.
നോക്കട്ടെ, അവിടെ മെനു ഒക്കെ നോക്കിയിട്ട് നമുക്ക് നല്ലൊരു സാധനം തന്നെ ഓർഡർ ചെയ്യാം. ഇത് സംസാരിച്ചു കേട്ടോ, ഞാനിവിടെ ഷൂട്ട് ചെയ്തോട്ടെന്നൊക്കെ സംസാരിച്ചു. അവർ ഷൂട്ട് ചെയ്യാനൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ വന്ന് അവർ നമുക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു വെളിയിൽ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇതൊരു ബീഫിൻ്റെ ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ദേ ഇത് റെഗുലർ പുഡിംഗ് ആൻഡ് ഇറ്റ് ഹാസ് സി. Thank you. You're welcome. It's gonna help go down. Are you guys from Montreal or? I'm from Montreal, yes, yeah. Okay. Which one from Montreal? Where are you guys from? Originally from India. India. India? Yes, yeah. Nice to meet you. Hey. Fries ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഈ തോഫു, Crispy. yeah, It's not tofu, it's feta cheese. feta cheese. The feta cheese with the salads. I'll try this one. What is this? Garlic. ഇതൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, സോഫ്റ്റ് ഫ്രൈസ്. So you eat it with the beef. ക്രിസ്പി ഫ്രൈസ് എന്ന് പറഞ്ഞാൽ ക്രിസ്പി ഫ്രൈസ്. ഇതാണ് ഫ്രഞ്ച് ഫ്രൈസ്, റിയലി ഉള്ള ഫ്രഞ്ച് ഫ്രൈസ്. വിത്ത് ബീഫ്. Take some of that, some of that, some of the pita, and then combine it with it. Yeah, like that. ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് പാറ്റി പോലെയാണ്, പക്ഷെ അടിപൊളിയാണ്. സ്റ്റിൽ ടേസ്റ്റ് ബെറ്റർ. I want to try the pudding too. I'll try the pudding bro. Take the fry. With the fries. Yeah. Oh bro. Fantastic. ഞാനിവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവരുടെ റൈസ് ഇത്തിരി വലിയൊരു റൈസാണ്. നമ്മുടെ ജാസ്മിൻ പോലെ ചെറിയ റൈസല്ല, ഇച്ചിരി വലിയ ഒരു റൈസാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു മസാല, ആ ഒരു ടേസ്റ്റ്. Arbio or Borio rice. And then you put some little bit of pepper and lemon on it. Very nice. He was a cook, so he knows. I don't remember the exact name, but it's something like Arbiro or Arbiro or Buro, something like that. ഏകദേശം ഇതൊരു $20 എൻ്റെ ഒരു ഫുഡിന് മാത്രമായത്. പുള്ളിയുടെ ഒരു 15 or 13 ആയിട്ട് കാണും. പക്ഷെ എൻ്റെ $20 എന്ന് പറയുന്നത് നമ്മൾ വേറെ എവിടെ നിന്ന് കഴിച്ചാലും ഇത്ര വെർത്തുണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇത്രയും സാലഡ്സ്, ഗാർലിക് വിത്ത് വാട്ടർ, പിന്നെ ബീഫ്, ഫ്രൈസ്, റൈസ്, നാൻ, ഇത്രയും സാധനങ്ങൾ കിട്ടും $20. ഐ ഓൾമോസ്റ്റ് ഫിനിഷ് ഹാഫ്. അതിന് മേളിലോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ സ്ഥലത്ത് വരുന്നവർക്ക് ഞാൻ എന്തായാലും ഈ കട സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾ എങ്ങനെ വന്നാലും ഇതെന്തായാലും ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ. ബീഫ്, ചിക്കൻ, അതുപോലെ തന്നെ പോർക്കില്ലെന്ന് തോന്നുന്നു ഇവിടെ. പക്ഷെ ഇത് രണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിസ്സ, നമ്മുടെ സബ്വേ ടൈപ്പുള്ള ഫുഡ്, ഫുഡ് ലോങ്സ്, പിന്നെ ഇതുപോലെ പ്ലാറ്റേഴ്സ്. അടിപൊളിയാട്ടോ ഫുഡുകളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫുഡൊക്കെ പകുതി വെച്ച് നിർത്തി. എനിക്ക് അത്ര പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുള്ളി തീർത്തു കേട്ടോ. പുള്ളി റെഗുലർ പുഡിനാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് പുള്ളിക്ക് അത് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പുള്ളി ഏകദേശം തീർത്തു. എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ സാലഡൊക്കെ ദേ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പൊതിഞ്ഞെടുത്ത് ദേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അത് തീർക്കാനുള്ള കഷ്ടപ്പാടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, ഡൈനോ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ എന്തായാലും ഇതിലേക്ക് വരിക, എന്തായാലും ട്രൈ ചെയ്യുക. ഇവിടുത്തെ ആ ഒരു ബീഫ് ഞാൻ എന്തായാലും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബീഫ് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ
അങ്ങനെ മഴയൊക്കെ പോയി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ആകാശം. ഒരു അടിപൊളി ഒരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. പരിപാടിയൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആയിട്ട് നമ്മളെല്ലാം കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതേ തെളിഞ്ഞു നിൽക്കുന്നു. മരങ്ങളൊക്കെ ഉണ്ടോ, ആ കളറൊക്കെ കണ്ടോ. ഇതാണ് ആ പ്ലേസിൻ്റെ നെയിം, മാസ്കോഷ്. ആകാശമൊക്കെ അങ്ങ് തെളിഞ്ഞു ശരിക്കും. പക്ഷെ ഞങ്ങളിപ്പോൾ ഓൺ ദ വേ ബാക്ക് ടു ഹോം, വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആകാശമൊക്കെ തെളിഞ്ഞു വന്നത്. പക്ഷേ ഈ ഒരു റൈഡ് അടിപൊളിയാണ്. ഈ ഒരു ട്രാവലിങ് നല്ല നൈസ് വെതർ, ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷേ സ്റ്റിൽ സണ്ണിയാണ്. അടിപൊളിയാട്ടോ.